പിന്നെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിനെ കിണറ്റിലേക്ക് മുത്തശ്ശി തട്ടിയിടാൻ പോകുമ്പോ ഓടി വന്ന് പിടിക്കുന്നുണ്ട് രേവതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രേവതിക്ക് ഒരുപാട് ഇഷ്ടമാണ് സച്ചിയെ എന്നുള്ള കാര്യം മുത്തശ്ശിക്കും അതുപോലെ തന്നെ സച്ചിക്കൊക്കെ മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് അത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി പൂജാമുറിയിലൊക്കെ കയറി തൊഴണം പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ദേവമ്മനോടും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നോ, വീട്ടിലേക്ക് എല്ലാ പണികളും ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയും മോളും തമ്മിൽ നല്ല സ്നേഹമൊക്കെ ഇനി, പക്ഷെ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒത്തുചേർന്നിട്ടില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവർ ഭാര്യയും ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മുടെ ദേവമ്മ ഉറപ്പ് പറയുന്നുണ്ട്. അത് ദേവമ്മ അങ്ങനെ ഉറപ്പ് പറഞ്ഞ നിലയ്ക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി ചെല്ലുന്നുണ്ട് മുറിയിലേക്ക്. മുറി ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മുത്തശ്ശി ഞെട്ടിക്കുന്നുണ്ട്. ശരിക്കും സച്ചി താഴത്ത് പായ വിരിച്ച് നല്ല ഉറക്കമാണ്. രേവതി കട്ടിൽമേലൊന്ന് കിടന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്തുനിന്ന് കിടക്കണമെന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് മുത്തശ്ശി തിരിച്ചറിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.